മായമേ, മണിക്കുട്ടിനെ കണ്ട എവിടെങ്ങാനും? ഇല്ല. എന്തി അവൻ? എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. സർപ്പക്കാവില് തൊഴുത് തിരിഞ്ഞപ്പോ ചെക്കന് കണ്ടില്ല. ദാ വരുന്നു. അയ്യോ, അവന്റെ കാലിന് എന്ത് പറ്റി? ആ, എങ്ങാണ്ട് കളിക്കാൻ പോയപ്പോ ഏതാണ്ട് കൊണ്ടതാ. അടങ്ങിയിരിക്കും ഒരു നേരം. എവിടെ ആയിരുന്നു നീ? എനിക്ക് കൊറേ ആലിന്റെ ഇല കിട്ടി. ഇത് പുസ്തകത്തിന്റെ ഇടയിൽ വെച്ച നല്ലോണം പഠിക്കാൻ കഴിയും. ആ മായമേ, അത് പറഞ്ഞില്ലല്ലോ. നമ്മുടെ പൂങ്കൊടിയുടെ കെട്ട് ഏതാണ്ട് ഉറപ്പിച്ചു. ആണോ? എവിടുന്നാ ചെക്കൻ? അവക്കൊരു നല്ല ചെക്കനെ ഞാൻ കണ്ടെത്തുന്നു പറഞ്ഞിട്ടില്ലേ? വേളനൂരൊരു കമ്പനിയിൽ നല്ല ജോലിയാ. പേരിനൊരു പെണ്ണ് കാണൽ ചടങ്ങിന് അവര് നാളെ വരുന്നുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അതിനെന്താ, പോവാലോ. എന്ന് ഞാൻ പോട്ടെ. വാ മോനെ. ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ ഇതെന്തൊരിപ്പാ രണ്ടുപേരും? ചിന്താമണി പറഞ്ഞു അല്ലേ? ആ, ഭഗവതി കാവില് വെച്ച് അമ്മാളുവിനെ കണ്ടു. ഇത്രയും നാള് കല്യാണം ഉറപ്പിക്കാത്ത വിഷമത്തിലായിരുന്നു. ഇപ്പോ എന്തേ? ആ ചവറും കൂന്നിലേക്കൊന്ന് നോക്കിയേ. ഈച്ചയും നാറ്റൊക്കെ ആയിട്ട് ചില നേരത്ത് ഇരിക്കാൻ പറ്റില്ല. പച്ചവെള്ളം പോലും കുടിക്കാൻ തോന്നൂല. എങ്ങനെ അവരിങ്ങോട്ട് വിളിക്കുന്നേ? ഇതൊക്കെ കണ്ടാൽ അവർക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. മായച്ചി, നമുക്ക് ഈ പെണ്ണ് കാണൽ ചടങ്ങ് മായച്ചിയുടെ വീട്ടിൽ വെച്ച് നടത്തിയാലോ? ആ, അതിപ്പോ മറ്റൊരു വീട്ടിൽ വെച്ച് നടത്താന്ന് വെച്ചാല്? അമ്മാള് കൊണ്ടുവന്ന ആലോചനയല്ലേ. ഇവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് അമ്മാള് തന്നെ അത് ബോധ്യപ്പെടുത്തിക്കോളും. അമ്മാളുവിനോട് ഞാൻ പറയാം. എന്തേ, അതല്ലേ നല്ലത്? അത് മതി മായച്ചി, നീ വിഷമിക്കേണ്ട പൂങ്കുടി. നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഒരുങ്ങിയത് മതി മോളെ, അവര് കാത്തിരിക്കുന്നു. അതെ, ചെക്കന് നല്ലോണം നോക്കണം. ഒടുവിൽ കണ്ണ് ശ്രദ്ധിച്ചില്ല, മൂക്ക് ശ്രദ്ധിച്ചില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. മാറു പിള്ളേരെ. പല്ല് കാട്ടി ഒന്ന് ചിരിച്ചോ നീയും. ചെറുക്കനും കാണട്ടെ നിന്റെ സൗന്ദര്യം. ചെല്ലു ചെല്ലു. സൂക്ഷിച്ചു മോളെ. എങ്ങനെ